ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ Meteor 350 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബൈക്കിൻ്റെ ലോഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു നിൽപ്പാണ്. എന്താ പറയുക, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അമ്മ അതിലൊരു ഐറ്റം. ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഫാമിലിയിലത്തെ എല്ലാ വണ്ടികളും ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താ പറയുക ഒന്ന് കളിയാക്കി പറഞ്ഞത് വൈബ്രേഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടായിരുന്നു. അത് പാടെ ഈ ഒരു വണ്ടിയിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വലിച്ചു കിട്ടില്ല, ഡയറക്റ്റ് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാനായിട്ട് മുമ്പ് ഒരു മിനിറ്റ്. നമ്മുടെ UK, USA, കാനഡ അത്തരത്തിലുള്ള രാജ്യങ്ങളിലെ അധ്യാപകർക്കൊപ്പം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ആപ്ലിക്കേഷനാണ് കോംപ്ലി. ഇംഗ്ലീഷ് പറയാനും അതേപോലെ തന്നെ എഴുതാനും നമുക്കൊരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനിലത്തെ അധ്യാപകരും കാര്യങ്ങളൊക്കെ പക്ക സപ്പോർട്ടീവ് ആണ്. സപ്പോർട്ടീവ് മാത്രമല്ല നല്ല ഫ്രണ്ട്ലി ആണ്. ഏത് തരത്തിലാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് വെച്ചാലും അവർ മാക്സിമം അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും. Can you hear me? I can hear you clearly. Can you hear me? Yeah, yes. Okay. So my name is Mark. What is your name? Arun. Very nice to meet you, Arun. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒറ്റ നോട്ടത്തിൽ കണ്ട തണ്ടർബേഡിൻ്റെ പുതിയ എഡിഷൻ ആണെന്ന് തോന്നിയെങ്കിലും പക്ഷേ സംഭവം അതല്ല കേട്ടോ. ഈ ഒരു സെഗ്മെൻറ്റിൽ അവർ പുതുതായിട്ടൊരു ബൈക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഡിസൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ നമുക്ക് ഹലോജൻ ബൾബോട് കൂടിയിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഹെഡ് ലാമ്പാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല പ്രകാശമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്നലെ രാത്രി ഞാൻ ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ചുറ്റും നമുക്ക് ഇത് DRLസും വന്നിട്ടുണ്ട് കാണാം. ഇപ്പോൾ വലിയ കാര്യമായിട്ട് കാണില്ലെങ്കിലും നമുക്ക് ഇവിടം വരെ ഈ ഒരു പോർഷൻ വരെ DRLും കാര്യങ്ങളൊക്കെ മുകളിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഉള്ളിലേക്ക് കയറിക്കണ പോലെയാണ് ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ഡിസൈൻ ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുള്ളത്. രണ്ട് വശങ്ങളിലായിട്ട് നമുക്ക് ഹലോജൻ ബൾബോട് കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ക്രോം ഫിനിഷോട് കൂടിയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കാണാം. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല വലുപ്പം കൂടിയിട്ടുള്ള ഒരു വൈസറാണ് ശരിക്കും ഈ ഒരു എഡിഷൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല വലുപ്പം തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ടാങ്കിൻ്റെ ആ ഒരു സൈഡ് എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു എഡിഷനിൽ നമുക്ക് 12 ടോൺ കളേഴ്സാണ് വരുന്നത്. ഇവിടെയും പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേറെ 2 കളേഴ്സ് കാണാം. അതേപോലെ തന്നെ ഇതിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊന്നും ഒരു രക്ഷയില്ലാട്ടോ. ഹാർലി ഡേവിഡ്സൺ അതേപോലെ തന്നെ ട്രൈംഫ് അത്തരത്തിലുള്ള വണ്ടികളിൽ കാണുന്ന ആ ഒരു തരത്തിലാണ് ഈ ഒരു ലോഗോൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ. പിന്നെ നേരെ അടിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു എഞ്ചിൻ കേസും കാര്യങ്ങളൊക്കെ കാണാം. ഇതേവരെ നമ്മൾ റോയൽ എൻഫീൽഡിൽ കണ്ടുവരുന്ന പോലെയല്ല. ടോട്ടലി ആ ഒരു ഏരിയ മാറിയിട്ടുണ്ട്. ശരിക്കും ഒരു J പ്ലാറ്റ്ഫോമിലാണ് ഇനി മുതൽ ഇത് ഇവിടെ കാണാം J1349 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും ഇനി മുതൽ ഇവരുടെ എഞ്ചിനും കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഡിഫറൻസ് വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്തായാലും ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ചേസിൻ്റെ ആ ഒരു ഭാഗം കൂടെ നോക്കുന്ന സമയത്ത് കണ്ടോ ഇവരുടെ ചേസിലും വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ എഞ്ചിൻ കേസിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത പോലത്തെ ഒരു സ്പ്ലിറ്റ് ചേസ് പോലെ തോന്നിക്കുന്ന തരത്തിലാണ് ശരിക്കും ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. എഞ്ചിൻ്റെ മേൽഭാഗത്ത് ആ ഒരു ക്രോം ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഈ ഒരു സൈഡിൽ വന്നിട്ടുള്ള വേറൊരു മാറ്റം എന്ന് പറയുന്നത് കണ്ടാൽ ഫ്രണ്ടിലേക്ക് കയറിയിട്ടാണ് ഇതിൻ്റെ ഫുഡ് റഷും വന്നിട്ടുള്ളത്. അതൊക്കെ നമുക്ക് വണ്ടിയിൽ കയറിയിരിക്കുന്ന സമയത്ത് കാണാം. പിന്നെ കാര്യമായിട്ടുള്ള സ്റ്റിക്കർ വർക്കുകളും കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഇത് ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ വണ്ടിയുടെ പേര് Meteor 350 എന്നുള്ള ഈ ഒരു ചെറിയൊരു ലോഗം മാത്രമാണ് ശരിക്കും സ്റ്റിക്കർ എന്ന് പറയാൻ മാത്രം ഈ ഒരു വണ്ടിയിലുള്ളത്. നോർമലായിട്ടുള്ള 2 സസ്പെൻഷൻസ് നമുക്ക് ബാക്ക് സൈഡിലായിട്ട് കാണാം. പിന്നെ ഏറ്റവും ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ ആ ഒരു ബാക്കിലത്തെ ടെയിൽ ലാമ്പ് എന്ന് പറയുന്നത്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഈ പ്രാവശ്യം റോയൽ എൻഫീൽഡ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ചങ്ങടെ ഇറങ്ങിയിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വന്നിട്ടുള്ളത്. അതിന് താഴെ നമ്പർ പ്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം. ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതേ സാരി കാർഡ് കാണാം. അതിൻ്റെ കൂടെ തന്നെയാണ് ബാക്കിലത്തെ ആ ഒരു ഫുഡ് ട്രസ്സിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാരി കാർഡ് ഊരി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ ആരെങ്കിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സപ്പോർട്ടിന് വേണ്ടിയിട്ട് ചെറിയൊരു ഫുഡ് ട്രസ് ഇപ്പുറത്തെ ഭാഗത്തും കൂടെ ശരിക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചേസിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ ഒരു പുതുമ നമുക്ക് ഈ ഏരിയകളിലൊക്കെ കാണാം. ഇവിടുത്തെ എഞ്ചിൻ കേസിനും കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അത് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഫുഡ് ട്രഷും കാര്യങ്ങളൊക്കെ ഈ ഒരു തരത്തിലാണ് ശരിക്കും ഈ ഒരു ഏരിയയിൽ വന്നിട്ടുള്ളത്. സ്റ്റാൻഡിൻ്റെ ഭാഗത്തും ആ ഒരു പ്രീമിയം ക്വാളിറ്റി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ടാങ്കിൻ്റെ കളറിനോട് മാച്ച് ആവുന്ന രീതിയിൽ തന്നെയാണ് സീറ്റിൻ്റെ കവറും വന്നിട്ടുള്ളത് കേട്ടോ. ഒരു രക്ഷയില്ല. ആ ഭാഗങ്ങളിലൊന്നും എനിക്ക് വേറെ നെഗറ്റീവ്സ് തോന്നില്ല. ഇതിൻ്റെ ബാക്കിലും റോയൽ എൻഫീൽഡിൻ്റെ ലോഗോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും സ്റ്റിക്കർ അല്ല വന്നേക്കണത്. ഒരു മെറ്റൽ ഫിനിഷിലാണ് ഈ ഒരു ലോഗോ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗങ്ങളിലും ആ ഒരു പ്രീമിയം ക്വാളിറ്റി കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഒരു ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫിനിഷിങ് മനസ്സിലാവും. മിററും കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ ക്രോം ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഇതിൽ വന്നിട്ടുള്ള മിറർ യൂസ്ഫുൾ ആണ് കേട്ടോ. അത് ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്തായാലും പറയാം. പിന്നെ ലിവേഴ്സും കാര്യങ്ങളൊക്കെ ക്രോം ഫിനിഷിലാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ആ ഭാഗങ്ങളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സ്വിച്ചുകൾ ടോട്ടലി മാറിയിട്ടുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതൊക്കെ നമുക്ക് സ്വിച്ചുകളുടെ ഭാഗത്തുന്ന സമയത്ത് ഞാൻ ക്ലിയർ ആയിട്ട് കാണിക്കാം. പിന്നെ ഇതൊക്കെയാണ് ശരിക്കും അതിൻ്റെ ആ ഒരു ഏരിയ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഡിസൈൻ എന്ന് പറയാൻ മാത്രം ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്. പിന്നെ 2 മോഡൽസും കൂടി ഉണ്ട് കേട്ടോ. ഇതിന് പുറമെ ഇതിന് താഴേക്ക് 2 വേരിയൻറ്റും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ എന്തായാലും വീഡിയോൻ്റെ അവസാനം കാണിച്ചുകൊണ്ട് പറയാം. ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് 349cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് വന്നിട്ടുള്ളത്. ഇപ്രാവശ്യം ഓയിൽ കൂൾഡോ ലിക്വിഡ് കൂൾഡോ ആയിട്ടുള്ള എഞ്ചിനും കാര്യങ്ങളൊന്നുമല്ല. പിന്നെ 20 bhp പവർ 20.5 bhp പവർ 7500 RPM-ലും 4000 RPM-ൽ 27 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല ടോർക്കി ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ 5 സ്പീഡ് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു മോഡലിൽ ആ ഭാഗങ്ങൾ
കാര്യങ്ങളിലൊന്നും വേറെ മാറ്റങ്ങളൊന്നുമില്ല. നമ്മുടെ തണ്ടർബേർഡ് 350 വെച്ച് നോക്കണ സമയത്ത് ഏകദേശം ഒരു 10 മില്ലിമീറ്ററോളം സീറ്റ് ഹൈറ്റ് ഇവർ കുറച്ചിട്ടുണ്ട്. അതായത് 765 mm ആണ് ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഷോർട്ട് റൈഡേഴ്സിനും വളരെ സുഖമായിട്ട് കാലത്തോട്ടാവും, ഒരു രക്ഷയില്ല. ഭയങ്കരമായിട്ട് എന്താ പറയുക, നോക്കിയേ ഫുള്ള് കാല് കുത്തിയിട്ടാണ് ഇപ്പോൾ ഞാൻ നിന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും സീറ്റ് ആയിട്ട് കുറഞ്ഞിട്ടുള്ളൊരു വണ്ടിയാണ്. അത് വിചാരിച്ചിട്ട് ഒരുപാട് സൈസ് കൂടിയവർക്ക് വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാല് കയറ്റി വയ്ക്കുമ്പോഴും അത്യാവശ്യം നല്ല പോലെ തന്നെ ആ ഒരു പോർഷനും കാര്യങ്ങളൊക്കെ ആ ഒരു ഏരിയയിൽ ശരിക്കും കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ബുള്ളറ്റ് ഇനി ഹൈറ്റ് കുറഞ്ഞതിൻ്റെ പേരിൽ, ബുള്ളറ്റ് അല്ല റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി ഹൈറ്റ് കുറഞ്ഞതിൻ്റെ പേരിൽ മാറ്റി വെച്ചവരൊക്കെ ജസ്റ്റ് ഈ ഒരു വണ്ടി എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം. പിന്നെ സീറ്റിൻ്റെ ഡിസൈനിനെ കുറിച്ചിട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അത്തരത്തിലുള്ള അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സീറ്റുകൾ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇനി എത്രത്തോളം കംഫർട്ട് ഉണ്ടെന്ന് നോക്കിയാൽ അത്ര സോഫ്റ്റ് അല്ല, അത്ര ഹാർഡ് അല്ല, ഒരു മിഡ് റേഞ്ചിലാണ് ശരിക്കും സീറ്റിൻ്റെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. വേറെ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് തോന്നിയില്ല. ഏകദേശം ഒരു 10-13 കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി. ഇപ്പോൾ പിന്നെ അവിടെ നിന്ന് നേരെ നമുക്ക് ടാങ്കിൻ്റെ സൈഡിലേക്ക് പോയി കഴിയുമ്പോൾ 15 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 35 കിലോമീറ്ററിന് അടുത്താണ് കമ്പനി മൈലേജ് അവകാശപ്പെടുന്നത്. എന്തായാലും റോട്ടിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയാം. പിന്നെ ടാങ്കിൻ്റെ ആ ഒരു ഡിസൈനിലും ടോട്ടലി ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. ഈ ഒരു ഭാഗങ്ങളിലും ആ ഒരു പ്രീമിയം ക്വാളിറ്റി, ആ ഒരു എന്താ പറയുക ക്രോം ഫിനിഷോട് കൂടിയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ടാങ്ക് കവർ വരെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ഹാൻഡിലിൻ്റെ ആ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ നല്ലപോലെ തന്നെ ഉയരം കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വൈഡ് എന്നാണ് പറയാൻ പറ്റുള്ളൂ. ഒരുപാട് വൈഡായിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറും കാര്യങ്ങളൊന്നുമല്ല. നല്ല രീതിയിലുള്ള ഒരു റൈഡിങ് കംഫർട്ട് ഹാൻഡിലിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ എന്തായാലും വണ്ടി ഓടിക്കുന്ന സമയത്ത് പറയാം. പിന്നെ സ്വിച്ച് ഓൾ എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെയും പുതുമ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ബട്ടണിൽ തന്നെയാണ് ശരിക്കും നമുക്ക് എഞ്ചിൻ കിൽ സ്വിച്ചും അതേപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടും വന്നിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ കീ ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ എഞ്ചിൻ ഓഫാണ്, അടിയിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ ഓൺ. അവിടെ നിന്ന് നേരെ പിന്നെ താഴെ വന്നിട്ടുള്ളത് ഹസാർഡാണ്. ശരിക്കും ഹസാർഡിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇപ്പുറത്ത് കണ്ട അതേപോലത്തെ തന്നെ ഒരു സ്വിച്ച് കൂടി വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ബ്രൈറ്റ് ഡിമ്മ് പാസ് ഇതെല്ലാം ഈ ഒരു സ്വിച്ചിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അടിയിൽ ഇൻഡിക്കേറ്റർ പിന്നെ ഹോൺ. പിന്നെ അവിടെ നമുക്ക് മീറ്ററിൻ്റെ ഒരു ഭാഗത്തേക്ക് പോകാം. പിന്നെ ഇതിന് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയാൻ വിട്ട ഒരു കേസാണ്. മീറ്ററിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ പുതുമ അവിടെയും കാണാം. ഹസാർഡ് എന്താ കത്തി കിടക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഡിജിറ്റൽ ആയിട്ട് ചെറിയൊരു മീറ്റർ കൺസോൾ കാണാം. ഇവിടെ നമുക്ക് ഒരു വലിയൊരു അനലോഗ് മീറ്ററും കാണാം. അനലോഗ് മീറ്ററിൻ്റെ ഉള്ളിൽ ഡിജിറ്റൽ മീറ്റർ, അങ്ങനെയാണ് ശരിക്കും പറയാൻ ഇത്തിരി കൂടെ എളുപ്പം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പുറത്ത് കാണുന്ന ചെറിയൊരു LCD മീറ്റർ പോലെയാണ് എനിക്ക് തോന്നുന്നത്. LCD ആണോ LED ആണെന്ന് അറിയില്ല. LCD ആവാനാണ് ചാൻസ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ മീറ്ററാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓണാക്കണ സമയത്ത് കണ്ട ഹെൽമെറ്റ് റോയൽ എൻഫീൽഡിൻ്റെ ലോഗോ കാണാം. അത് കഴിഞ്ഞിട്ട് ഹെൽമെറ്റിന് നമുക്കൊരു വാണി കാണിക്കുന്നുണ്ട്. ബുള്ളറ്റ് വിത്ത് ഗൂഗിൾ. ആ ഗൂഗിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ മാപ്പിനാണ്. നാവിഗേഷൻസ് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നല്ല കളർഫുൾ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു മീറ്ററിൽ കാണാനായിട്ട് പറ്റും. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഒരു അനലോഗ് മീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത് സ്പീഡിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ടാക്കോമീറ്റർ ഒരുപാട് തപ്പി പക്ഷേ കണ്ടില്ല. ഇതിൽ താഴത്തെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഒരുപാട് വാണിംഗ് ലാബുകളും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഈ ഒരു ചെറിയൊരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഫ്യൂൽ ഗേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. എത്രത്തോളം ഫ്യൂൽ ഉണ്ടെന്ന് തന്നെ അറിയാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ടൈം, ഗിയർ പൊസിഷൻ, ഇൻഡിക്കേറ്റർ, വേറെ സ്വിച്ചുകളും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇതിൽ ഈ സംഭവങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണത് ശരിക്കും ഈ ഒരു സ്വിച്ച് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഡോമീറ്റർ, അതേപോലെ തന്നെ ട്രിപ്പ് A, ട്രിപ്പ് B, ട്രിപ്പ് F അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ സർവീസ് വാണിംഗ് ഉണ്ട് കേട്ടോ. സർവീസ് റിമൈൻഡർ അത്തരത്തിലുള്ള ഒരുപാട് ഓപ്ഷൻസ് പുതിയ ഒരു മീറ്ററിൽ വന്നിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഓപ്ഷൻസും ഈ പ്രാവശ്യം റോയൽ എൻഫീൽഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയാം. ഈ ഒരു വലിപ്പം നോക്കണ്ട, പക്ഷേ ഈ ഒരു മീറ്ററിൻ്റെ ഉള്ളിൽ ഇത് കാണുന്ന സമയത്ത് നൈറ്റൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ശരിക്കും മീറ്ററിൻ്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ കീൻ്റെ ഒരു ഭാഗത്ത് നോക്കുന്ന സമയത്ത് മാറ്റങ്ങളുണ്ട്. നമ്മുടെ ഇൻ്റർസെപ്റ്ററിലും കോണ്ടിനെൻ്റൽ GT-യിലൊക്കെ കാണുന്ന ആ ഒരു പ്രീമിയം ക്വാളിറ്റിയിലേക്ക് ശരിക്കും കീയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റോഡുകൾക്ക് വേണ്ടിയിട്ട് ഏകദേശം 170 mm ആണ് വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുള്ളത്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു വണ്ടി കൂടിയാണ് കേട്ടോ. 191 കിലോഗ്രാമാണ് വണ്ടിയുടെ ഭാരം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല വശം ശരിക്കും നല്ലൊരു സ്പീഡിൽ ഹൈവേകൾ കൂടെ ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു സ്റ്റെബിലിറ്റി തന്നെയാണ് ശരിക്കും ആ ഭാഗങ്ങളിലൊക്കെ ഫീൽ ചെയ്യണത്. പിന്നെ ഇത്ര ഹെവി ആയിട്ടുള്ള ഒരു വണ്ടിക്ക് ബ്രേക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ വെച്ചാൽ ഡ്യുവൽ ചാനൽ ABS-ഓട് കൂടിയിട്ട് ഡ്യുവൽ ഡിസ്ക് ബ്രേക്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൽ ഫ്രണ്ടിലത്തെ ഡിസ്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 300 mm ആണ്. ബാക്കിലത്തെ 270 mm. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല CC കൂടിയ വണ്ടികളിലൊക്കെയാണ് ശരിക്കും ഈ ബാക്കിൽ ഇത്രയും സൈസ് കൂടിയിട്ടുള്ള ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. പിടിച്ച വണ്ടി പിടിച്ചോർത്ത് വെക്കും. അപ്പോൾ ആ ഭാഗങ്ങളിലൊന്നും വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. വീലിൻ്റെ ഭാഗത്ത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണാം. ക്രോം കട്ടിങ്ങോടൊക്കെ കൂടിയിട്ടുള്ള ഒരു അലോയ് വീലാണ് ഇതിൽ വന്നിട്ടുള്ളത്. ട്യൂബ്ലെസ് ടയേഴ്സ് ആണ്. 100-90 ഫ്രണ്ട് ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വലിപ്പം ശരിക്കും ആ ടയറിൻ്റെ ഭാഗങ്ങളിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഗ്രിപ്പിങ്ങോട് കൂടിയിട്ടുള്ള C8-ൻ്റെ ടയേഴ്സാണ്. ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ അത് 140-70 ആയി. അതായത് ഫ്രണ്ടിൽ നമുക്ക് 19 ഇഞ്ചിൻ്റെ അലോയ്സും ബാക്കിൽ 17 ഇഞ്ചിൻ്റെ അലോയ്സാണ് കേട്ടോ. അത് മറക്കരുത്. പിന്നെ ഇതിലും നമുക്ക് ആ ഒരു ക്രോം കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. ഫ്രണ്ടിലത്തെ അലോയിന് വെച്ച് നോക്കുന്ന സമയത്ത് ബാക്കിലത്തെ അലോയിന് ചെറിയ തരത്തിലുള്ള ഡിസൈനിൽ മാറ്റങ്ങൾ ഫീൽ ചെയ്യും. ശരിക്കും ആ ഒരു സ്പോക്കിൻ്റെ ഭാഗത്തൊക്കെ നല്ല തരത്തിലുള്ള ഒരു വ്യത്യാസം ഫ്രണ്ടിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബാക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വീതി കൂടിയ ടയർ ആയതുകൊണ്ട് തന്നെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് 350-ക്കുള്ള ആ ഒരു ബോറിംഗ് ലുക്ക് ഇതിനില്ല കേട്ടോ. നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെയാണ് ശരിക്കും ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുക.
അതിൽ ശരിക്കും ഈ ഒരു ടൈൽ ലാമ്പും ഈ അറ്റം വരെയുള്ള ഏകദേശം ഇവിടം വരെയുള്ള ഈ ഒരു മഗ്ഗാർഡൊക്കെ നല്ല തരത്തിലുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കയറിയിരിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഹെവി വെയിറ്റ് വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഫുഡ് റെസ്റ്റിൻ്റെ പൊസിഷൻ എന്നൊക്കെ പറയുന്നത് കുറച്ച് ഫ്രണ്ടിലേക്കായിട്ടാണ്, ഫോർവേഡ് ആയിട്ടുള്ള ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ക്രൂസിങ് ബൈക്കിൻ്റെ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ റിലാക്സ് ആയിട്ട് തന്നെ ഓടിക്കാം കേട്ടോ. പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ കാല് ഒരുപാട് വലുപ്പമുള്ളവർക്കൊന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട്, അതായത് ടാങ്കിൻ്റെ മുകളിലേക്ക് തള്ളി നിൽക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു വണ്ടിയിൽ ഉണ്ടായിരിക്കില്ല. അയ്യോ, മെയിൻ സാധനം കളിപ്പിച്ചില്ല അല്ലേ. ത്രോട്ട് കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ ചിലപ്പോൾ പൊട്ടി വീഴും, അമ്മാതിരി വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം അതില്ല കേട്ടോ. നോർമലായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു എഫക്റ്റ് ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഒരു ബുള്ളറ്റിൻ്റെ. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുള്ളറ്റ് അല്ല, റോയൽ എൻഫീൽഡിൻ്റെ പുതിയൊരു ബൈക്ക് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഹാൻഡിലെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ എന്താ പറയുക, ഇത്തിരി പൊന്തിയിട്ട് താഴത്തേക്ക് താന്നിക്കണ കാര്യത്തിലാണ്. ഇപ്പം എൻ്റെ നിവർന്നിരിക്കണ കറക്റ്റ് ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് ഒരു പൊടിക്ക് ഫ്രണ്ടിലേക്ക് താത്തണം. അത് മാത്രമാണ് എനിക്ക് ആ ഒരു ഹാൻഡിലിൻ്റെ ഭാഗത്ത് നിന്ന് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. വേറെ എല്ലാം കൊണ്ടും പക്ക നല്ലൊരു റൈഡിങ് കംഫർട്ട് വരുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഹാൻഡിലിൻ്റെയും സീറ്റിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഫുഡ് റെസ്റ്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ തന്നെ. പിന്നെ വൈസർ നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ, നമ്മുടെ ചെസ്റ്റ് വരെ ആ ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. വെറുതെ ഡെമോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇത് കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഈ ഒരു വണ്ടിയുടെ റൈഡിങ് പൊസിഷൻ എന്ന് പറയുന്നത് ഇതേ ഈ ഒരു തരത്തിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചെറുതായ കാരനാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾ ഇത്തിരി കൂടെ സൈസ് ഉണ്ടെങ്കിൽ കാലും കാര്യങ്ങളൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു ടാങ്കിനെ ഹഗ് ചെയ്തിട്ട് വണ്ടിയിൽ ഇരിക്കാനായിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ വണ്ടി കയറി പോകുന്നത്. ബാക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ശരിക്കും സാധാരണ നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് ബാക്ക് ബ്രേക്കിലേക്ക് കയറാറ്. പക്ഷേ ഈ ഒരു മോഡലിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ബാക്ക് ബ്രേക്ക് തന്നെ മതി വണ്ടി ഒന്ന് സ്ലോ ആക്കണമെങ്കിൽ. സെക്കൻഡ് ഗിയറിൽ സിമ്പിളായിട്ട് 80. എൻ്റെ പൊന്നെ, പൊളിച്ച് അതെനിക്ക് ഇഷ്ടമായി. ഞാൻ ഈ ക്ലാസിക് 350 ഒക്കെ ഓടിച്ചിട്ട് എനിക്ക് ആ മിററിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു വൈബ്രേഷൻ പോയപ്പോൾ തന്നെ എന്തോ ഒരു വേറൊരു ഫീല്. പിന്നെ വണ്ടി അത്യാവശ്യം നല്ല പവർഫുൾ ആണ് കേട്ടോ. 20.5 bhp പവർ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വണ്ടിക്ക് പവർ ഇല്ലാന്ന് തെറ്റിദ്ധരിക്കരുത്. നല്ല രീതിയിലാണ് വണ്ടി കയറി പോണത്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗിയറുകളുടെ ഭാഗത്തുനിന്ന് ഒരു രക്ഷയില്ലാത്ത ഒരു പെർഫോമൻസ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈബ്രേഷൻസിൽ നല്ല തരത്തിലുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. വേറെ ഏതോ ഒരു വണ്ടി ഓടിക്കണം പോലത്തെ ഒരു ഫീലിംഗ്. അതായത് നമ്മുടെ റെനഗേഡിൻ്റെ കമാൻഡൊക്കെ ഇല്ലേ, അത്തരത്തിലുള്ള ഒരു ഫീലിംഗ് ആണ് ശരിക്കും ഒരു വണ്ടിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയണത്. ഇനി ഒരു ഗിയറും കൂടെ ബാക്കിയുണ്ട്. പക്ഷെ നമുക്കത് എന്തായാലും ഓടിച്ചു നോക്കാനുള്ള റോഡും കാര്യങ്ങളൊന്നും ഓടിയില്ല. അത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഗിയർ ഷിഫ്റ്റിംഗ് ഒന്നും വേണ്ടി വരില്ല. ഇപ്പോൾ അത്യാവശ്യം നല്ല സിറ്റിയിലൊക്കെ പോകുന്ന സമയത്തും വളരെ സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റിംഗ് ഒന്നും അധികം ഇല്ലാണ്ട് നമ്മുടെ ക്ലച്ചുകൾക്ക് വലിയ പണി കൊടുക്കാത്ത രീതിയിലും ഈ ഒരു വണ്ടി വേണമെങ്കിൽ ഓടിക്കാം. പിന്നെ ഗിയർ ബോക്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ ഒരു മോഡലിൽ വരുന്നത്. എനിക്ക് കാര്യമായിട്ടുള്ള ടൈറ്റ് ഒന്നും ഗിയർ ബോക്സിൻ്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യണില്ല. വണ്ടി ന്യൂട്രൽ ആയിട്ടില്ല. ഇന്നലെ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോഴും ന്യൂട്രൽ ആയിട്ടുണ്ടാകുന്നില്ല. പക്ക ഒരു ഫ്ലോയിൽ തന്നെയാണ് ശരിക്കും ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ക്ലച്ച് എന്ന് പറയുന്നത് ഒരുപാട് സോഫ്റ്റ് അല്ല, ഒരുപാട് ഹാർഡ് അല്ല, ഒരു മിഡ് റേഞ്ചിലാണ് നിൽക്കുന്നത്. പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ക്ലച്ചാണ് ഇതിൽ വന്നിട്ടുള്ളതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പം ഞാനൊരു ടോപ്പ് ഗിയറിലാണ് ഇപ്പോൾ ഈ 25 ആ ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് ഫീൽ ചെയ്യണില്ല. ഞാൻ ചെറുതായിട്ട് വണ്ടി ഒന്ന് സ്ലോ ആക്കി, ഒന്നും കൂടെ സ്ലോ ആക്കി. 20 സ്പീഡിലും ഒരു കുഴപ്പമില്ലാണ്ടാണ് വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ സ്ലോ ആക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വണ്ടി നിൽക്കും. അപ്പോൾ അത്യാവശ്യം നല്ല ടോർക്ക് ആയിട്ടുള്ള ഒരു എഞ്ചിനും കൂടിയാണ് കേട്ടോ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. നമ്മുടെ വെഞ്ചർ പോലെ ഒരുപാട് മുമ്പോട്ടായിട്ടുള്ള ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. കുറച്ച് ഫോർവേഡ് ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്, അത്ര മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ എനിക്ക് റിലാക്സ് ആയിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു വണ്ടി ഉപയോഗിച്ചിട്ട് ലഡാക്കൊക്കെ പോകാൻ പറ്റുമെന്ന് ചോദിക്കാൻ ഒരു ഡൗട്ടും വേണ്ട കേട്ടോ. ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയാൻ വെച്ചാൽ ഫ്രണ്ടിൽ ഒരു പഴം പോലത്തെ ഒരു സസ്പെൻഷൻ സെറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് നമുക്ക് വന്നിട്ടുള്ളത്. ബാക്കിലത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സോഫ്റ്റ് അല്ല, കുറച്ച് ഹാർഡായിട്ടാണ് ഫീൽ ചെയ്യണത്. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കേട്ടോ. ഒരു ഗട്ടർ കടുപ്പിക്ക് സീറ്റിൻ്റെ ഭാഗത്തേക്ക് അടി വരിക, അല്ലെങ്കിൽ ഇപ്പോൾ കയ്യിൻ്റെ ഭാഗത്തേക്ക് വല്ലാണ്ടൊരു ഇമ്പാക്റ്റ് വരിക, അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും എനിക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് സസ്പെൻഷൻ്റെ ഭാഗത്തുനിന്ന് ശരിക്കും ഫീൽ ചെയ്തില്ല. എടുത്ത് പറയേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ ഇനി വരുന്ന വണ്ടികളും ഇതേ എഞ്ചിനോട് കൂടിയിട്ടാണ് ശരിക്കും വരാം. അതായത് ഈ ഒരു ജെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ബാക്കി ഏത് വണ്ടി ഇറങ്ങി കഴിഞ്ഞാലും, അതിപ്പോൾ ജാവ ആണെങ്കിലും ഇനിയിപ്പോൾ ഹൈനസ് ആണെങ്കിലും വൈബ്രേഷൻസിനെ കുറിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞിട്ട് കമ്പയർ ചെയ്യണത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നല്ല പോലെ തന്നെ ആ ഒരു ഭാഗത്ത് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബാക്കി വരുന്ന 2 വേരിയന്റുകൾ എന്ന് പറയുന്നത്. ഇത് ഫയർ ബോൾ, അതേപോലെ തന്നെ സ്റ്റെല്ലാർ. ഇതാണ് ശരിക്കും ഇവരുടെ സ്റ്റാർട്ടിങ് എഡിഷൻ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഡ്, നമ്മൾ ഓടിച്ച സൂപ്പർനോവയുടെയും ഇതിൻ്റെയും മിഡിൽ നിൽക്കുന്ന ഒരു എഡിഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു മോഡലിലേക്ക്, അതായത് സ്റ്റാർട്ടിങ് മോഡലിലേക്ക് വന്നു കഴിയുമ്പോൾ എല്ലാം ബ്ലാക്ക് ഫിനിഷിലാണ്. ഈ മാറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ് എല്ലാ ഏരിയകളിലും കാണാൻ കഴിയുക. അതായത് ഇവിടെ വന്നിട്ടുള്ള ആ ഒരു ക്രോം ഫിനിഷ് വരെ അവർ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് ലിവേഴ്സും കാര്യങ്ങളൊക്കെ ബ്ലാക്കാണ്. ഹാൻഡിൽ ബാർസ് ബ്ലാക്ക് കളറാണ്. ബാക്ക് റിസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഗ്രാബ് റെയിൽ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈനിലാണ്. മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരൊറ്റ
പാർട്ടായിട്ടാണ് വരുന്നത്. ഇതിന് ആ ഒരു ഏരിയ ഇല്ല. അപ്പോൾ കുറച്ച് റിസ്ക് ആണ് ഈ ഒരു വണ്ടിയിൽ ബാക്കിലിരുന്ന് പോകുന്ന ആൾക്കാർക്ക്. പിന്നെ ആ ഒരു ബ്ലാക്ക് ഫിനിഷ് മിററിന്റെ ഭാഗത്ത് നമുക്ക് കാണാം. അലോയിന്റെ ഭാഗത്തും വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു ക്രോം കട്ടിങ് വന്നിട്ടില്ല. ഡിസൈനും കാര്യങ്ങളൊക്കെ സെയിം ആണെങ്കിലും സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുക. ഇനി വരെ രണ്ടാമത്തെ വേരിയന്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിൽ നമുക്ക് ബാക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു അലോയിന്റെ ക്രോം കട്ടിങ് എടുത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു വണ്ടിയിൽ കണ്ട വൈസർ ഇതിലുണ്ടായിരിക്കില്ല. ബാക്കിയെല്ലാം ആ ഒരു വണ്ടീനോട് സെയിം തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. ആ ഒരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ലോഗോയും ടാങ്കിൻ്റെ സൈഡുകളിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും സ്റ്റാർട്ടിംഗ് മോഡലിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ തണ്ടർബേഡിലൊക്കെ കണ്ട പോലെ തന്നെ നോർമലായിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ആണ് ശരിക്കും ഈ ടാങ്കിൻ്റെ ഭാഗത്തുള്ള ലോഗോയിൽ കാണാൻ കഴിയുക. പിന്നെ ഈ മോഡൽസിലൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കളർ വേരിയൻറ്റുകളൊക്കെ കാണാം. അതിന് പുറമേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമായിട്ട് അവരുടെ ആപ്പിൽ കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കളറും ഡിസൈനും കാര്യങ്ങളും, അതായത് ലോഗോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് വണ്ടി വേണമെങ്കിൽ ഇറക്കണമെങ്കിൽ ഇറക്കാം. അപ്പോൾ അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ റോയൽ എൻഫീൽഡ് ഇറക്കുന്നുണ്ട്. അപ്പോൾ നൈസായിട്ട് നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പ് നമ്മൾ വണ്ടിയുടെ റേറ്റ് പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതിൽ ഏറ്റവും ബേസ് വേരിയന്റ് ആയിട്ടുള്ള ഫയർബാലിന് 1.71 മുതലാണ് ശരിക്കും എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1.91 വരെ ഏറ്റവും ഹൈ വേരിയന്റിന്. ഇനിയിപ്പോൾ ഇതിന്റെ തന്നെ ഓൺ റോഡ് പ്രൈസ് എടുത്ത് നോക്കുന്ന സമയത്ത് 2 ലക്ഷത്തി സംതിങ് ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏറ്റവും താഴെ കിടക്കുന്ന ആ ഒരു വേരിയന്റിന്. അതിനുശേഷം 2.7, 2.13, 2.13, 2.13 ആ ഒരു തരത്തിൽ കളർ വേരിയന്റുകളാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏറ്റവും ടോപ്പ് വേരിയന്റിന് 2,24,000 രൂപ എന്നാണ് ഇതിൽ ശരിക്കും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ്, അതേപോലെ തന്നെ ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ സെയിൽ സംബന്ധിച്ച് ഈ ഒരു വണ്ടിയുടെ അല്ലെങ്കിൽ ഇപ്പോൾ റോയൽ എൻഫീൽഡിന്റെ ഏത് സെയിൽ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഹെറിറ്റേജ് റോയൽ എൻഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെ നമ്പർ നമ്മൾ വീഡിയോന്റെ താഴെയിട്ടിട്ടുണ്ട്. അപ്പോൾ ഡൗൺ പേയ്മെന്റ് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ അവർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിലവിൽ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ട്യൂഷൻ ആപ്ലിക്കേഷൻ ഉണ്ട്, അതായത് നമ്മുടെ കോംപ്ലി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾ ആരുൻസ്മോക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെഫറൻസ് കോഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാസത്തെ കോഴ്സിന് ഏകദേശം 25% വരെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതൊന്നും മറക്കാണ്ടൊന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് ഹൈനസിന്റെ റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോയിലാണ്. ശരി.